ഇന്നൊരു ഫിഷ് മോളി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയല മീനാണ്. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നന്നായി ഈ മീനിൽ പുരട്ടി വയ്ക്കുക. ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം ചൂട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം 2 തണ്ട് കറിവേപ്പിലയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് വറുത്തെടുക്കുക. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ടതില്ല, ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു, 5-6 ഏലക്ക എന്നിവ ചേർത്തൊന്ന് വഴറ്റുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 5-6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 7 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. അതിനുശേഷം ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് ഇളക്കുക. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി തുടങ്ങുമ്പോൾ 2 ഗ്ലാസ് രണ്ടാം പാൽ ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് പാൽ തിളച്ച് തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക് ചേർക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നിരത്തി ഒരു ചെറിയ തക്കാളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും തൂകി അടച്ചു വെച്ച് 5-10 മിനിറ്റ് വേവിക്കാം. വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ കട്ടി തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ച് അടച്ചു വയ്ക്കാവുന്നതാണ്. സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചാൽ മതിയാകും. നല്ലതുപോലെ അടച്ചു വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം, പൊറോട്ട, ചപ്പാത്തി, ദോശ എന്നിവയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു കോമ്പിനേഷനാണ് ഈ ഫിഷ് മോളി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയോ 1 ടീസ്പൂൺ നാരങ്ങ നീരോ ഇതിൽ ചേർക്കാം. ഇതിലിപ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീര് ഞാൻ ചേർത്തിട്ടുണ്ട്. താങ്ക് യു.